അച്ഛൻ ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി 11:30 മണിക്കാണ് ഇത് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇടണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ഐസിയുലേക്ക് മാറ്റി അവിടെ കിടക്കുമായിരുന്നു. അപ്പം എന്റെ മോനാ കൂടെ നിൽക്കുന്നത്. അപ്പം മോൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛന്റെ കാലിന്റെ അവിടെ ബെഡിൽ പുഴുവിനെ കണ്ട്. അങ്ങനെ മോൻ അത് കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിന്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ പുഴു വീണോണ്ടിരിക്കുകയാണ്, വെള്ളപ്പുഴു. അപ്പൊ തന്നെ മോൻ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇതാണ് അച്ഛന്റെ കാലിൽ പുഴു ഉണ്ടെന്ന് പറഞ്ഞ് അത് കുഴപ്പമില്ലാതെ വന്നോളും, ഡ്രസ്സ് ചെയ്യാം, കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരാരും വന്ന് നോക്കേ അത് എന്താണെന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെ വീണ്ടും മോൻ ചെന്ന് പറഞ്ഞു, ഇതേണക്ക് അച്ഛന് പുഴുവാണോ നോക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു. ഒരു മരുന്ന് എഴുതി കൊടുത്ത് മോൻ വന്നത് മരുന്നും മേടിച്ച് മേളിൽ കൊണ്ട് ചെന്നു. പുറത്തുനിന്നാണോ വാങ്ങിച്ചത് അതോ ഇവിടെ തന്നെ? പുറത്തുനിന്നാണ് മരുന്ന് മേടിച്ചത്. പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് അവിടെ കൊണ്ട് സിസ്റ്ററിനെ കൊടുത്തിട്ടും അവര് ആ മരുന്ന് വാങ്ങിച്ച് വെച്ചല്ലാതെ അല്ലെങ്കിൽ അത് വന്ന് നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വന്നപ്പോഴും അച്ഛൻ ആ കിടന്നടുത്ത് എങ്ങനെ അവർ കൊണ്ടുവന്ന് കിടത്തിയോ അതേപോലെ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾ വന്നത് പൊതുക്കി നോക്കിയപ്പോൾ അത് മൊത്തം പുഴുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ നിന്നൊരു ഡോക്ടർ വന്നിട്ട് ഡോക്ടറുമായിട്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് മുഷിഞ്ഞു. കാരണം ആ ഒരു അവസ്ഥയിൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. കാരണം നമ്മുടെ അച്ഛനാണ് അവിടെ കിടക്കുന്നത്. നമുക്കത് കാണുമ്പോൾ വിഷമമുണ്ട്. ആ മനുഷ്യനെ ഒരുപാട് വേദന തിന്ന് അവിടെ കിടക്കുന്നത്. അവരൊന്നും ചെയ്തില്ല. ആ അഞ്ച് ദിവസമായി അതിനകത്ത് കെട്ടിവെച്ച അത് ഒരുമാതിരി പച്ച കളറായി. 3 മണിക്ക് ഇറക്കി അച്ഛനെ ഇപ്പം 8:30 മണിക്കാണ് ഇപ്പം ഈ ക്ലീൻ ചെയ്യാൻ. അത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ വന്നില്ല, ഇത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതും ചെയ്യില്ലായിരുന്നു. അവിടെ അച്ഛൻ അത് അവിടെ തന്നെ കിടന്ന് പുഴു വരിച്ച് അവിടെ കിടന്നേ.